എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ സ്കൂളൊക്കെ തുറന്ന് എത്ര പെട്ടെന്നല്ല ടൈം പോന്നേ. ദാ ഇപ്പൊ അടുത്ത മാസം ഓണം അങ്ങ് എത്താറായി. ഓണം എത്തുന്ന മുന്നേ നമ്മളെ തേടി വരുന്ന ഒരാളുണ്ട്. നമ്മളെയല്ല, നിങ്ങളെ തേടി വരുന്നേ. ഞാൻ എന്റെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞാണല്ലോ. അപ്പൊ നിങ്ങളെ തേടി എത്തുന്ന ഒരാളുണ്ട്, നമ്മുടെ ഓണം എക്സാം. ആ ഓണം എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെറിയ പേടിയും സങ്കടമൊക്കെ ഉണ്ടെന്നറിയാം. പേടിക്കണ്ട, അങ്ങ് പഠിച്ചിട്ട് പോയി എഴുതിയാൽ മതി. അപ്പൊ എന്തായാലും ഈ എക്സാമിന് മുന്നേ അതിന് വേണ്ടിയുള്ള കുറച്ച് ഐറ്റംസ് നമുക്കങ്ങ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാട്ടോ. നമ്മുടെ കയ്യിലുള്ള ഈ കാർഡ്ബോർഡും കുറച്ച് A4 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് വേണ്ടിയ 3 യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എക്സാം പാഡാട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന പേപ്പർ, ശരി പേപ്പർ അല്ല, കാർഡ്ബോർഡ് എന്ന് പറയുന്നത് അത്ര കട്ടിയില്ലാത്തതാ. എൻ്റെ കയ്യിൽ ഇത് ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സാം ബോർഡൊക്കെ ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. ഇനിയിപ്പോൾ കട്ടിയില്ലെങ്കിൽ ആ കാർഡ്ബോർഡിന് 2 എണ്ണം വെച്ച് അങ്ങ് ഒട്ടിച്ചാലും നല്ല കട്ടി കിട്ടും കേട്ടോ. കാരണം എഴുതുമ്പോൾ നമുക്ക് ഇച്ചിരി കട്ടി വേണമല്ലോ. ഇനി ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ വെച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു പിങ്ക് കളർ ബോർഡർ കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചു കൊടുക്കട്ടോ ചെയ്തേ. ഇനി നമുക്ക് എക്സാം ബോർഡ് മാത്രം പോരല്ലോ, അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ ക്ലിപ്പ് ബോർഡ് വേണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇത് കാർഡ്ബോർഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഓൾറെഡി ഷോർട്സിലും അല്ലാണ്ട് വീഡിയോസിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അറിയത്തില്ലാത്തവരെ ഇതുപോലെ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ എക്സാം പാഡും അതിനു വേണ്ടിയുള്ള ക്ലിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു 3-in-1 യൂസ്ഫുൾ ഐറ്റം ആട്ടോ. അപ്പൊ ഇതുപോലെ ഒരു കാർഡ്ബോർഡിന്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി 3ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഇതുപോലെ 3ആക്കി മടക്കി എടുക്കണമെന്ന് മാത്രം. എന്നിട്ട് അതിന്റെ 3 സൈഡിലും നമുക്ക് വേണ്ടി യൂസ്ഫുൾ ഐറ്റംസ് ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാനൊരു ടൈം ടേബിൾ ആട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നോർമലി ആയിട്ടുള്ള ഡേറ്റ ടൈം ടേബിളോ അങ്ങനെ എന്ത് വേണേലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ സെൻട്രലായിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് ആണ് കൊടുക്കുന്നത്. ചെറിയ മെമോ പാർട്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. ടു ഡു ലിസ്റ്റ് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പ്രാവശ്യം വേണേലും നമുക്ക് മായ്ച്ച് എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഞാൻ നോട്ട് പാഡ് ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമുള്ള പോലെയൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇതുപോലെ മടക്കി പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നോട്ട് പാഡിനും മെമോ പാഡിനും ടൈം ടേബിളിനൊക്കെ സെപ്പറേറ്റ് ഐറ്റംസ് കണ്ടുപിടിച്ച് അതൊക്കെ ബോക്സിലും ബുക്കിലൊക്കെ ആക്കി കൊണ്ടുപോകുന്നേക്കാൾ എളുപ്പമാണ് ഇതുപോലത്തെ ഒരു ഐറ്റം ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഒന്നിച്ച് മടക്കി കൈ പിടിക്കാൻ പറ്റുന്നത്. പിന്നെ അതിലുള്ള ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മൈൻഡിലുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള 3-in-1 ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ്. അത് എക്സാമിന് മാത്രമല്ല എല്ലാ ടൈമും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ ഫയൽ ഹോൾഡർ. നമുക്ക് ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇനി കിട്ടാൻ പോകുന്ന ആൻസർ പേപ്പറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ഫയൽ ഉണ്ടാക്കാം. അപ്പം അതിനു വേണ്ടി ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ല ആൻസർ പേപ്പറിൻ്റെ ഒരു സൈസ് ഉണ്ടാവുമല്ലോ, A4 ഷീറ്റോ അല്ലെങ്കിൽ അതിലും വലിയ നോർമൽ പേപ്പർ ആണെങ്കിൽ ആ ഒരു സൈസിലേക്ക് കാർഡ്ബോർഡ് എടുക്കുക കേട്ടോ. അതിനേക്കാൾ ഒരു ഇത്തിരി വലുത് കൂടി എടുക്കണം, കാരണം നമുക്ക് ആ പേപ്പറിനെ ഈ ഉള്ളിലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് ഇതുപോലെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് താഴെ കാണിച്ച പോലെ നമുക്ക് പേപ്പർ ഹോൾഡ് ചെയ്യാനുള്ള ഏരിയയും കൂടെ ഒന്ന് കാർഡ്ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഫയൽ റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ച് ക്യാഷ് കൊടുക്കാണ്ട് ഇതുപോലെ നമുക്ക് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്കൂടെ യൂസ്ഫുൾ ആകട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.